إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമെന്ന് ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി പല കാര്യങ്ങളെക്കൊണ്ടും സത്യം ചെയ്ത് പറയുന്നുണ്ട്. കാലത്തെ ആണയിട്ട് പറഞ്ഞ്, പ്രഭാതത്തെ ആണയിട്ട് പറഞ്ഞ് പല കാര്യങ്ങളും പറയാറുണ്ട്. അതേപോലെ തന്നെ സൂര്യനെ, ചന്ദ്രനെ, രാത്രിയെ, പകലിനെ, ആകാശത്തിന്റെ വിശാലതയെ, ഭൂമിയെ പരത്തിയതിനെ, അതിലൊളിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് അതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, വനഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യന്റെ മനസ്സുകളെ, ആ മനസ്സിനെ, അതിനെ സംവിധാനിച്ച രീതിയും തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ ആയത്തിന് തൊട്ടുമുമ്പുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ നാം പാരായണം ചെയ്തു പോകുമ്പോൾ, അതിനെ മനസ്സിരുത്തി വായിക്കുമ്പോൾ, അതിന്റെ ആയത്തിലേക്കുള്ള ആശയങ്ങളെ നാം ഗ്രഹിക്കുമ്പോൾ ഓരോന്നും മനുഷ്യന് ഒരുപാട് ചിന്തകൾ നൽകുന്ന അല്ലാഹുവിന്റെ അപാരമായ സൃഷ്ടിപ്പുകളിലേക്ക്, രാപ്പകലുകളുടെ മാറ്റത്തിലേക്ക്, ഭൂമിയുടെ പരപ്പിലേക്ക്, ആകാശത്തിനെ ഒരു മേൽക്കൂരയാക്കിയതിലേക്ക്, ആ ആകാശത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളിലേക്ക് എല്ലാം തന്നെ മനുഷ്യന്റെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവമേറിയിട്ടുള്ള അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് എന്ന നിലക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പഠനങ്ങൾ കൊണ്ട്, അവന്റെ ഗ്രഹണങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ ചിന്തകൾ കൊണ്ട് മറഞ്ഞിരിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഹൃദയത്തെക്കുറിച്ച്, ആ ഹൃദയത്തെ സംവിധാനിച്ചതിനെക്കുറിച്ച്,
അതിലടങ്ങിയിരിക്കുന്ന മനസ്സിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറയുന്നു. എന്തായിരിക്കും അത്രമാത്രം ഗൗരവത്തോടുകൂടി അതിനെ മനസ്സിലാക്കുവാനുള്ളത്? ഒരിക്കലും തന്നെ മനുഷ്യന് മറ്റൊരാളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിനോക്കുവാൻ, മറ്റൊരാളുടെ ചിന്തകളിലേക്ക് എത്തിനോക്കുവാൻ, അവനെന്ത് ചിന്തിക്കുന്നു, അവനവന്റെ ഹൃദയത്തിൽ എന്തൊളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്നത് മറ്റൊരാൾക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം ഒളിഞ്ഞിരിക്കുന്ന മഹാത്ഭുതം ഒരു മനുഷ്യന് തന്നെ അവന്റെ മനസ്സിനെ, അവന്റെ ചിന്തകളെ പരിപൂർണമായും മനസ്സിലാക്കുവാൻ, തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓരോരുത്തരും പറയുന്ന കാര്യം, എനിക്കെന്റെ മനസ്സിനെ തന്നെ പിടിച്ചിട്ട് കിട്ടുന്നില്ല, എന്റെ ഹൃദയത്തെ തന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ വിചാരിക്കുന്ന പോലെയല്ല എന്റെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറ്റുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകൾ പോലെ തന്നെ മനുഷ്യൻ പരീക്ഷണങ്ങളായി, പല ഗവേഷണങ്ങളായി, പല പഠനങ്ങളായി, ആകാശയാത്രകൾ നടത്തി കണ്ടെത്തുന്ന അത്ഭുതങ്ങൾ പോലെ കണ്ടെത്താൻ പോലും കഴിയാത്തൊരു കാര്യമായി നിലനിൽക്കുകയാണ് മനുഷ്യന്റെ മനസ്സ് എന്നുള്ളത്. ഒട്ടനവധിയായ പഠനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. മനഃശാസ്ത്ര വിദഗ്ധന്മാർ പലതരത്തിലുമുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്നും മനുഷ്യന്റെ മുമ്പിൽ അത്ഭുതമായി നിലനിൽക്കുന്ന അവന്റെ മനസ്സിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണയിട്ട് പറയുന്നു, സത്യം ചെയ്തു പറയുന്നു, മനുഷ്യന്റെ മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെയും അതിനെ സംവിധാനിച്ച രീതിയെയും തന്നെയാണ് സത്യം. അതിനെക്കുറിച്ച് പഠനങ്ങൾ നടക്കട്ടെ, അതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ നടക്കട്ടെ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ കാര്യം പറഞ്ഞിടത്ത് പറഞ്ഞു, ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, ആ ഹൃദയത്തെ സംവിധാനിക്കുകയും എന്നിട്ട് അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുഷ്ടതയെയും അതേപോലെ തന്നെ സൂക്ഷ്മതയെയും സംബന്ധിച്ച ബോധം അവൻ നൽകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി അല്ലാഹു പറഞ്ഞുകൊണ്ടുവരുന്ന ഒരു കാര്യം അതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നതായി കൊണ്ട് തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ബയ്യനൽ ഖൈറ വശ്ശർ, ഓരോ മനുഷ്യനും ആവശ്യമായിട്ടുള്ള നന്മകളെയും തിന്മകളെയും കൃത്യമായി തന്നെ അവന് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഐ ഫഅർശദഹാ ഇലാ ഫുജൂരിഹാ വതഖ്വാഹാ, ഓരോ മനുഷ്യനും സൂക്ഷ്മതാബോധത്തെയും അതേപോലെ തന്നെ ദുഷ്ടതയെയും മ്ലേച്ഛതകളെയുമൊക്കെ അവന് കൃത്യമായി തന്നെ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ബയ്യന ലഹാ ദാലിക, അതെല്ലാം അവന് വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വഹദാഹ ഇലാ മാ ഖദ്ദറ ലഹാ, ഓരോന്നിനും ആവശ്യമായതിലേക്ക് അവൻ വഴി കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. മനുഷ്യനെ അവനെ സംവിധാനിക്കുകയും സൃഷ്ടിക്കുകയും അവന് മനസ്സ് നൽകുകയും ഹൃദയം നൽകുകയും ചിന്താശേഷി നൽകുകയും കാഴ്ചയും കേൾവിയും നൽകുകയും എന്നിട്ടവന് മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വഹദൈനാഹുൻ നജ്ദൈൻ, അവന് വ്യക്തമായി തെളിഞ്ഞു നിൽക്കുന്ന പാതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, ഒന്നുകിൽ അവന് നന്ദി കാണിക്കാം, ഒന്നുകിൽ അവന് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവന് നന്ദിയുള്ളവനാകാം, അല്ലെങ്കിൽ അവന് നന്ദി കെട്ടവനായി ചമ്പാടിയായി അവന് ജീവിക്കാം. അങ്ങനെ അവന്റെ മനസ്സിനെ സന്നിവേശിപ്പിച്ചിട്ടുള്ള അവന്റെ ഹൃദയങ്ങളിലേക്ക് ആവശ്യമായ നന്മകളുടെയും തിന്മകളുടെയുമൊക്കെ കൃത്യമായ ബോധം നൽകിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിച്ചു. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഓരോ മനുഷ്യന്റെയും ശരീരത്തിലെ ഒരു മാംസക്കട്ടയെക്കുറിച്ച്, അലാ ഇന്ന ഫിൽ ജസദി മുളഗ, ഓരോ മനുഷ്യന്റെയും ശരീരത്തിൽ ഒരു മാംസക്കട്ടയുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, ആരുടെങ്കിലും ആ മാംസക്കട്ട നന്നായാൽ അവന്റെ ശരീരം മുഴുവനും നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, ആരുടെയെങ്കിലും ആ മാംസക്കഷ്ണം അത് കേടുവന്നു പോയാൽ അവന്റെ ശരീരം മുഴുവനും കേടുവന്നുപോയി. അലാ വഹിയൽ ഖൽബ്, അറിയണം അത് ഹൃദയമാണ്. ആ ഹൃദയത്തെ ആർക്കാണോ നന്നാക്കാൻ സാധിച്ചത്, ശുദ്ധമാക്കാൻ സാധിച്ചത്, അവന് വിജയിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, ഹൃദയത്തെ ബാധിക്കുന്ന ഫുജൂറുകൾ എന്താണ്, ദുഷ്ടതകൾ എന്തൊക്കെയാണ്, തമ്മാടിത്തരങ്ങൾ എന്തൊക്കെയാണ്, അതിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്.
ഏറ്റവും പ്രധാനമായി പണ്ഡിതന്മാർ നമുക്ക് എണ്ണി പഠിപ്പിച്ചിരുന്ന കാര്യം മനുഷ്യന്റെ മനസ്സുകളെ ബാധിക്കുന്ന ശുബഹാത്തുകളാണ് അതിന് കാരണം എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഫമിനിത്തഖ ശുബഹാത്ത്, ആർക്കെങ്കിലും അവന്റെ മനസ്സിന്റെ ഇച്ഛകളെ, അവന്റെ മനസ്സിന്റെ തോന്നലുകളെ, ആഗ്രഹങ്ങളെ ആർക്കെങ്കിലും സൂക്ഷിക്കുവാൻ സാധിച്ചാൽ ഇസ്തബറഅ ലിദീനിഹി വഇർളിഹി, അവന്റെ അഭിമാനത്തെയും അവന്റെ ദീനിനെയും അവന് സംരക്ഷിക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ദുനിയാവിൽ പലതരത്തിലുമുള്ള ശുബഹാത്തുകൾ, പലതരത്തിലുമുള്ള ഇച്ഛകൾ, ആഗ്രഹങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. പലതരത്തിലുമുള്ള കാര്യങ്ങളുണ്ട്. അവന് അവന്റെ ഇണകളോട്, സന്താനങ്ങളോട്, ഭൂമിയിൽ ലഭ്യമാകുന്ന ധാരാളമായിട്ടുള്ള കാര്യങ്ങളോട് ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, അതൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കാരമാക്കി വെച്ചിട്ടുണ്ട്. ആ അലങ്കാരങ്ങളെ, ഭൗതികമായ താൽപര്യങ്ങളെ, ഭൗതികമായ ഇഷ്ടങ്ങളെ ആരെങ്കിലും സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ നിയമങ്ങളെ, നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നുവെങ്കിൽ അവന്റെ ദീനിനെ സംരക്ഷിച്ചുകൊണ്ട് അവന് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാലോ വമൻ വഖഅ ഫിശ്ശുബഹാത്ത് വഖഅ ഫിൽ ഹറാം, ആരെങ്കിലും ദേഹേച്ഛകളെ അടിമപ്പെട്ടുകൊണ്ട്, അവന്റെ ഇച്ഛകളെ, ആഗ്രഹങ്ങളെ അടിമപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിലോ അവൻ നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് അവൻ കടന്നു പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് മനസ്സിനെ കൃത്യമായി പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ആളുകൾക്കാണ് വിജയമുണ്ടാകുക എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹൃദയത്തെ ബാധിക്കുന്ന ഫുജൂറുകൾക്ക്, തമ്മാടിത്തരങ്ങൾക്ക് കാരണമായിട്ടുള്ള രണ്ടാമത്തെ ഒരു വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അവൻ കളവ് പറയുക വഴിയാണ് എന്നുള്ളതാണ്. അവന്റെ ജീവിതത്തിലൂടെ കളവ് കടന്നു വരുമ്പോൾ, അസത്യമായ കാര്യങ്ങളിലൂടെ അവൻ കടന്നു പോകുമ്പോൾ അവൻ തമ്മാടിത്തരത്തിലേക്ക് കടന്നു പോകുന്നുള്ളതാണ്. അതിന്റെ വിപരീതമായി സത്യസന്ധതയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, അലൈക്കും ബിസ്സിദ്ഖ് ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, നിങ്ങൾ സത്യസന്ധതയുള്ളവരാകണം, സത്യം പറയുന്നവരാകണം, സത്യം മുറുകെ പിടിക്കുന്നവരാകണം. അങ്ങനെ സത്യസന്ധത നിങ്ങളെ നന്മയിലേക്ക് നയിക്കും, പുണ്യത്തിലേക്ക് നയിക്കും. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു, വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, ആരെങ്കിലും സത്യസന്ധത കൈവരിക്കുക വഴി, നന്മയിലൂടെ അവൻ സഞ്ചരിക്കുക വഴി അവന് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു, വമാ യസാലു റജുലു യസ്ദിഖു, ഒരു മനുഷ്യൻ സത്യസന്ധത കൈവരിച്ചുകൊണ്ടേയിരിക്കുന്നു, യതഹറ സിദ്ഖ ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, ആരെങ്കിലും സത്യസന്ധനായി ജീവിക്കുകയും ആ സത്യസന്ധതയിൽ വ്യാപൃതനാവുകയും അവൻ സത്യസന്ധനായി അറിയപ്പെടുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ സിദ്ദീഖ് എന്ന പേരിൽ, സത്യസന്ധൻ എന്ന പേരിൽ അറിയപ്പെടുമെന്നാണ്. എന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, വഇയ്യാകും വൽ കദിബ്, നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം, അസത്യമായതിനെ നിങ്ങൾ സൂക്ഷിക്കണം, അതിനെ ഗൗരവത്തോടുകൂടി നിങ്ങൾ കാണണം. ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, നിങ്ങളുടെ ഹൃദയത്തെ മലീമസമാക്കുന്ന തമ്മാടിത്തരത്തിലേക്ക്, ദുഷ്ടതയിലേക്ക് നിങ്ങളെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അത് കളവാണ്. വഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, അങ്ങനെ ഒരാൾ തമ്മാടിയായിത്തീരുമ്പോ, ദുഷ്ടനായിത്തീരുമ്പോ ആ ദുഷ്ടത അവനെ നരകത്തിലേക്കാണ് എത്തിക്കുന്നത്. ഒരു മനുഷ്യൻ കളവ് പ്രചരിപ്പിക്കുകയും കളവിനടിമപ്പെടുകയും അതേപോലെ തന്നെ തമ്മാടിയായി ജീവിക്കുകയും ചെയ്താൽ ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, അള്ളാഹുവിന്റെ അടുക്കൽ അവനെ കള്ളനെന്ന് രേഖപ്പെടുത്തുമെന്നാണ്. ആലോചിക്കുക, നാം ചിന്തിക്കുക, പടച്ച റബ്ബിന്റെ കോടതിയിൽ നമ്മളെ ഹാജരാക്കുന്ന രംഗത്ത്, അള്ളാഹു നമ്മളെ പരലോകത്ത് ഹാജരാക്കുന്ന സമയത്ത് സത്യസന്ധൻ എന്ന പേരിൽ നാം അറിയപ്പെടണോ, അതല്ല കള്ളനെന്ന വിളിപ്പേരിലൂടെ, അവൻ കള്ളനാണ് എന്ന ഐഡന്റിറ്റിയിലൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ അറിയപ്പെടണോ എന്ന് നാം തീരുമാനിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, മനുഷ്യന്റെ ഹൃദയങ്ങളെ ഫുജൂറിലേക്ക്, തമ്മാടിത്തരത്തിലേക്ക്, അക്രമങ്ങളിലേക്ക് നയിക്കുന്ന മൂന്നാമത്തെ ഘടകം ഊഹങ്ങളാണ് എന്നുള്ളതാണ്. ഊഹങ്ങൾ അവനെ തെറ്റായ ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, വമാ യത്തബിഉ അക്സറുഹും ഇല്ലാ ളന്ന, അവരിൽ മഹാഭൂരിപക്ഷം ആളുകളും അവർ ഊഹത്തെയാണ് പിൻപറ്റുന്നത്, അവർ ഊഹത്തെയല്ലാതെ മറ്റൊന്നിനെയും പിൻപറ്റുന്നില്ല. വഇന്ന ളന്ന ലാ യുഗ്നി മിനൽ ഹഖ് ശൈഅ, ഊഹങ്ങൾ സത്യസന്ധമായതൊന്നിനെയും യാഥാർത്ഥ്യത്തെ ഒന്നിനെയും അത് പ്രകടമാക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നല്ലാഹ അലീമും ബിമാ യഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു അറിയുന്നുണ്ട്. ഊഹം ഒരാളിൽ വർദ്ധിക്കുമ്പോൾ
അവനിൽ പലതരത്തിലുമുള്ള തെമ്മാടിത്തരങ്ങൾക്ക്, ഫുജൂറുകൾക്കുള്ള അവസരമുണ്ടാകും. അവന്റെ ഹൃദയത്തെ അത് മലീമസമാക്കി തീർക്കും. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ, നിങ്ങൾ ഊഹത്തിൽ നിന്ന് ധാരാളമായതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം, അതിൽ നിന്ന് വിട്ടുനിൽക്കണം. ഇന്ന ബഗ്ളൽ-ളന്നി ഇസ്, ഊഹങ്ങളിൽ ചിലത് തെറ്റാൻ, ചിലത് വളരെയധികം നിങ്ങളെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ആളുകളെക്കുറിച്ച് തെറ്റായ രീതിയിലുള്ള ചിന്തകൾ, അവനെങ്ങനെയാണ്, അവളിങ്ങനെയാണ്, അവന്റെ സ്വഭാവം മോശമാണ്, അവൻ ഇന്നതായിരിക്കും ചിന്തിക്കുന്നത് എന്നുള്ള നിലക്കുള്ള ഊഹങ്ങൾ, അത് നാശത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. ഊഹങ്ങളുടെ പിന്നാലെ നടന്നു പോകുന്നതിനെ ഗൗരവത്തോടുകൂടി തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഇയ്യാകും വല്ലൻ, നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കണം, നിങ്ങളെ സൂക്ഷിക്കണം, ഊഹത്തെയും സൂക്ഷിക്കണം. ഫഇന്നൽ-ളന്ന അക്ദബുൽ ഹദീസ്, ഊഹമെന്ന് പറയുന്നത് ഏറ്റവും വലിയ കളവാണ്, കളവുകളിൽ വെച്ച് ഏറ്റവും വലിയ കളവാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ആ നിലക്ക് ഊഹം മനുഷ്യരിലുണ്ട് എങ്കിൽ അവന്റെ ഹൃദയത്തിന് ഫുജൂർ ബാധിച്ചിരിക്കുന്നു, ദുഷ്ടത ബാധിച്ചിരിക്കുന്നു എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, കോപവും അസൂയയും ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ്. കോപത്തിലൂടെ, അസൂയയിലൂടെ അവന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ലാ തബാഗളു വലാ തഹാസദു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തരുത്, നിങ്ങൾ പരസ്പരം ദേഷ്യം വെച്ച് പുലർത്തരുത്, കോപം വെച്ച് പുലർത്തരുത്, അതേപോലെ തന്നെ നിങ്ങൾ അസൂയയുള്ളവരാകരുത്, നിങ്ങൾ അല്ലാഹുവിന്റെ ഉറ്റവരായിട്ടുള്ള സഹോദരങ്ങളായി, ഇഖ്വാനുകളായി, ഏറ്റവും സ്നേഹമുള്ളവരായി മനുഷ്യർ പരസ്പരം മാറേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇയ്യാകും വൽ ഹസദ്, നിങ്ങൾ ഏറ്റവും മ്ലേച്ഛമായ സ്വഭാവമാകുന്ന അസൂയയെ നിങ്ങൾ സൂക്ഷിക്കണം. അസൂയ എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ ഫുജൂറിനെ, അതേപോലെ തന്നെ ഒരുപാട് തെമ്മാടിത്തരങ്ങളെ ഉണ്ടാക്കുന്നതാണ്. മറ്റൊരാളുടെ വളർച്ചയിൽ, മറ്റൊരാൾക്കുണ്ടാകുന്ന അഭിവൃദ്ധിയിൽ, അവർക്കുണ്ടാകുന്ന സാമ്പത്തികമോ ശാരീരികമോ ആയ നേട്ടങ്ങളിൽ അസൂയ വെച്ച് പുലർത്തുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അസൂയ വെക്കുന്നവനാണ് ആദ്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അവന്റെ മനസ്സിനാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുക. മറ്റുള്ളവന്റെ വളർച്ചയിൽ അവന്റെ മനസ്സിനെയാണ് യഥാർത്ഥത്തിൽ അത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാത്ത് കമാ തഅകുലുൻ നാറൽ ഹതബ്, ഒരു മരക്കഷ്ണത്തെ തീ എപ്രകാരമാണോ തിന്നു നശിപ്പിക്കുന്നത്, അതുപോലെ ഓരോ മനുഷ്യന്റെയും നന്മകളെ, ഓരോ മനുഷ്യന്റെയും നല്ല പ്രവർത്തികളെ, സൽക്കർമ്മങ്ങളെ ആ അസൂയ തിന്നുകൊണ്ടേയിരിക്കും, നശിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അസൂയ വെച്ച് പുലർത്താൻ പാടില്ല. അതേപോലെ തന്നെ കോപം, ദേഷ്യമുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ദേഷ്യം മനുഷ്യനിൽ വളരെ മോശമായ പ്രവർത്തനത്തിലേക്ക്, അക്രമങ്ങളിലേക്ക്, കൊലപാതകങ്ങളിലേക്ക് അവനെ നടത്തിക്കൊണ്ടുപോകും. അതുകൊണ്ടാണ് വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോ, നന്മയിൽ മുന്നേറുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ വൽ കാലിമീനൽ ഗൈൽ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെ ദാനധർമ്മങ്ങളുമായി മുന്നോട്ടു പോകുന്നവരായിരിക്കും. വൽ കാലിമീനൽ ഗൈല വൽ ആഫീന അനിൻ നാസ്, അവർ കോപത്തെ അടക്കി വെക്കുന്നവരായിരിക്കും, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവരായിരിക്കും. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനീങ്ങളായ ആളുകളെ, നന്മ പ്രവർത്തിക്കുന്ന ആളുകളെ, സദ്വൃത്തരായ ആളുകളെ അവൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. വിശ്വാസികളുടെ ഏറ്റവും വലിയൊരു ഗുണമായി അവിടെ എടുത്തു പറഞ്ഞത് അവർ കോപത്തെ അടക്കി വെക്കുന്നവരായിരിക്കുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉദാഹരണം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ലൈസ ശദീദു ബിസ്സുറഅ, ഒരു മനുഷ്യൻ അവന് ശക്തി പ്രകടനം നടത്തുന്നത്, അവൻ ശക്തനാണ് എന്ന് തെളിയിക്കുന്നത് അവന്റെ മൽപ്പിടുത്തത്തിലൂടെയല്ല, മറ്റുള്ളവരെ അടിച്ചമർത്തുന്നതിലൂടെയല്ല, മറ്റുള്ളവരെക്കാൾ ഞാൻ ശക്തനാണ് എന്ന് പ്രകടിപ്പിക്കുവാൻ അവന്റെ ആരോഗ്യത്തെയോ അവന്റെ ശക്തിയെയോ മാനദണ്ഡമാക്കിയിട്ടല്ല. ഇന്നമ ശദീദുൽ ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ഒരു മനുഷ്യൻ കോപം വരുമ്പോ, ദേഷ്യം വരുമ്പോ തന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നുവെങ്കിൽ അവനാണ് യഥാർത്ഥമായ ശക്തവാൻ. ഒരാൾ നമ്മളെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ മർദ്ദിച്ചു, അയാൾക്ക് അതിനേക്കാൾ ശക്തമായ രീതിയിൽ തിരിച്ചു കൊടുത്താലേ ഞാൻ ശക്തനാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ബോധ്യമാകൂ എന്നതല്ല. അവിടെ തിരിച്ചടിക്കുന്നതിനേക്കാൾ
അവൻ സ്വയം അവന്റെ ഹൃദയത്തെ, അവന്റെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നുവെങ്കിൽ, ആ കോപത്തിൽ നിന്ന് സ്വയം അവനെ തടയുന്നുവെങ്കിൽ അവനാണ് യഥാർത്ഥമായ ശക്തവാനെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്ന ഫുജൂറുകളുടെ കൂട്ടത്തിൽ, തമ്മാടിത്തരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ മനസ്സുകളിൽ നിന്നും നാം അതിനെ ഊരിയെടുക്കും, അതിനെ നാം അവരിൽ നിന്ന് ഇല്ലായ്മ ചെയ്യും എന്നുള്ളതാണ്. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന അലാ സുറൂറിൻ മുതഖാബിലീൻ. അവരുടെ വിശ്വാസികളുടെ മനസ്സുകളിൽ നിന്ന് അവരുടെ ഉള്ളിലുള്ള പകയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളയുമെന്നുള്ളതാണ്. മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്ന ഒരു ഉൾപ്പകയുണ്ട്. അവന്റെ മനസ്സിനെ ബാധിക്കുന്ന, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് ഗില്ലുകളുണ്ട്, മോശമായ ധാരാളം സ്വഭാവങ്ങളുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ നിന്ന് ആദ്യം ആ മോശമായ സ്വഭാവങ്ങളെയൊക്കെ ഒഴിവാക്കുന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പകയാണ്, ദേഷ്യമാണ്, ഉള്ളിലുള്ള കോപമാണ്, മറ്റുള്ളവരോടുള്ള അടങ്ങാത്ത ദേഷ്യമാണ്, പകയാണ്. അതുമായി ഒരാൾക്ക് സ്വർഗത്ത് കയറാൻ പറ്റൂല. അതുകൊണ്ട് സ്വർഗത്തിൽ കയറുന്നവരിൽ നിന്ന് അത് ഒഴിവാക്കും. അപ്പോൾ പിന്നെ അവരുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാകുന്ന, പിന്നീട് അവർക്ക് ആ സ്വർഗത്തിൽ അസൂയകളോ അതേപോലെ തന്നെ മോശമായ സ്വഭാവങ്ങളോ അവന്റെ മനസ്സിനെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള തമ്മാടിത്തരങ്ങളോ ഫുജൂറുകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണപ്പോൾ, സ്വർഗത്തിൽ കയറണമെങ്കിൽ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് ക്വാളിറ്റി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നും ഈ പകയെ, ഈ ദേഷ്യത്തെ നമ്മൾ ഇല്ലായ്മ ചെയ്യണമെന്നുള്ളതാണ്. ആ നിലക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കും. അതേപ്രകാരം തന്നെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തമ്മാടിത്തരം, ഫുജൂർ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മേൽ തമ്മാടിത്തം ആരോപിക്കലാണ്. മറ്റുള്ളവരുടെ മേൽ തമ്മാടിത്തം ആരോപിക്കാം. അങ്ങനെ ചില ആളുകളുണ്ട്. സൗദി അറേബ്യയിലെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാർ, ഔഖാഫിന്റെ കീഴിലൊക്കെയുള്ള അവിടുത്തെ മതകാര്യ മന്ത്രാലയം തന്നെ പുറത്തിറക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുടെ സീരീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത്തഫ്ജീർ വത്തക്ഫീർ, മറ്റുള്ളവരുടെ മേൽ തമ്മാടിത്തരം ആരോപിക്കാം, മറ്റുള്ളവരുടെ മേൽ കുഫർ ആരോപിക്കാം, അതിനെ ഗൗരവത്തോടുകൂടി കാണണമെന്ന് പറയുന്ന ധാരാളം പുസ്തകങ്ങൾ പോലും നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും വലിയ പ്രശ്നമാണത്, ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം എന്താ, അവരല്ലാത്ത ബാക്കി എല്ലാവരും തമ്മാടികളാണ് എന്നതാണ്, ഫാജിറുകളാണ്, ഫുജ്ജാറുകളാണ് എന്നുള്ളതാണ് അവര് ജനങ്ങളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ആ സ്വഭാവമാണ് ഏറ്റവും വലിയ തമ്മാടിത്തരം എന്നുള്ളത്. മറ്റുള്ള ആളുകളെ അംഗീകരിക്കുവാൻ, ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധമുള്ള പ്രശ്നം. മറ്റെല്ലാവരും തമ്മാണ്, ഞാൻ മാത്രമുള്ളൂ, ഞാൻ മാത്രം ഒരാളുള്ളൂ, ഇവിടെ എല്ലാം തികഞ്ഞയാള്, ബാക്കിയെല്ലാം മോശക്കാരാണ് എന്ന ചിന്ത, അത് തഫ്ജീറിന്റെ, ഫുജൂറിന്റെ ഏറ്റവും വലിയ ഘടകമാണെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മറ്റൊരാളിലേക്ക് ചൂണ്ടുമ്പോൾ നമ്മളിലേക്ക് തന്നെയാണ് ബാക്കിയുള്ള വിരലുകൾ ചൂണ്ടപ്പെടുന്നത് എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകണം. ഹൃദയത്തെ ശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കണം. ഹൃദയത്തിന്റെ ശുദ്ധി എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചെന്നു, ഹുവൽ ഖൽബു സാലിം മിനശ്ശിർക്കി വൽ ഗില്ലി വൽ ഹിഖ്ദി വൽ ഹസദ് വഗൈരിഹ മിനൽ ആഫാത്തി ശുബഹാത്ത്. മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന, മനുഷ്യന്റെ ഹൃദയത്തെ തകർത്ത് കളയുന്ന ശിർക്ക് പോലെ, ദേഷ്യം പോലെ, പക പോലെയുള്ള, അസൂയ പോലെയുള്ള മ്ലേച്ഛമായ എല്ലാ സംഗതികളിൽ നിന്നും അവന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് കറകളഞ്ഞ മനസ്സിന്റെ യഥാർത്ഥമായ മാനദണ്ഡമെന്ന് പറയുന്നത്. ഇത്തരം തമ്മാടിത്തരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു ഹൃദയമാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ രണ്ട് കാര്യങ്ങളെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒന്ന് തമ്മാടിത്തരമാണ്, അതേപോലെ തന്നെ മറ്റൊന്ന് സൂക്ഷ്മതാബോധമാണ്. ആ തമ്മാടിത്തരത്തെ മാറ്റി നിർത്തി, ഫുജൂറുകളെ ഒഴിവാക്കി കൃത്യമായ തഖ്വയിലൂടെ മുന്നോട്ട് പോകുവാൻ, സൂക്ഷ്മതാബോധത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. വഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഓരോ മനുഷ്യനും അവന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് വളരെ അനിവാര്യമായ ഘടകമാണ്. ആരാണോ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത് അവനാണ് വിജയിച്ചവൻ. ഖദ് അഫ്ലഹ മൻ സക്കാഹ.
ആരാണോ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത് അവനാണ് വിജയിക്കുന്നത്. വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാണോ ഹൃദയത്തെ മലീമസമാക്കുന്നത് അവൻ തന്നെയാണ് നഷ്ടം സംഭവിച്ചവൻ, നാശം സംഭവിച്ചവൻ എന്നല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിന് അള്ളാഹുവിന്റെ അപാരമായൊരു അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. അതിന് ഹൃദയത്തിൽ ഈമാൻ നിറക്കപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും. ആരുടെ ഹൃദയത്തിലാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തെ, ഈമാനിനെ ഇഷ്ടമുള്ളതാക്കി മാറ്റിയത്, വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു ആ ഈമാനിനെ അലങ്കാരമാക്കി തന്നിരിക്കുന്നു എന്നുള്ളത്. ഹൃദയത്തിൽ ഈമാൻ അലങ്കാരമായി തോന്നണം, എങ്കിൽ മാത്രമേ അവന് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അവന്റെ മനസ്സിൽ, അവന്റെ ഹൃദയത്തിൽ, അവന്റെ ജീവിതത്തിൽ അവന് സത്യനിഷേധത്തോട്, തമ്മാടിത്തരങ്ങളോട്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങളിലോട് അവന് വെറുപ്പുണ്ടാവുകയും ചെയ്യണം. രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന്, അവന് ഈമാനിനെ അള്ളാഹു ഇഷ്ടമാക്കി കൊടുക്കണം. അവന്റെ ഹൃദയത്തിൽ ഈമാൻ അലങ്കാരമായി തോന്നണം. അതേപോലെ തന്നെ മ്ലേച്ഛതകളോട്, കുഫറിനോട്, ധിക്കാരത്തോട് അവന് വെറുപ്പുണ്ടാവുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ അവൻ നേർമാർഗം സിദ്ധിച്ചവനാവുകയുള്ളൂ എന്നുള്ളതാണ്. ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് യഥാർത്ഥത്തിൽ സന്മാർഗം സിദ്ധിച്ച, നേർമാർഗം സിദ്ധിച്ച ആളുകൾ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ നിറയണം, ഹൃദയത്തിൽ വിശ്വാസത്തെ അലങ്കാരമായി നമ്മൾ കൊണ്ടു നടക്കണം. തെമ്മാടിത്തരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സൂക്ഷ്മതാബോധം തന്നെയാണ്, തഖ്വ തന്നെയാണ്. അത്തഖ്വ ഹാഹുന, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കാണിച്ച് അവിടെയാണ് നിങ്ങളുടെ സൂക്ഷ്മതയുള്ളത്. അവിടെ സൂക്ഷ്മത പുലർത്താൻ സാധിക്കണം. വേഷത്തിലോ സംവിധാനങ്ങളിലോ ബാഹ്യമായ രൂപങ്ങളിലോ മാത്രമല്ല ശ്രദ്ധ വേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. അല്ലാഹു നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ രൂപത്തിലേക്കോ അല്ല നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കും നിങ്ങളുടെ ഹൃദയത്തിലെ ശുദ്ധതയിലേക്കുമാണ്. അതിന്റെ ശുദ്ധിയെ, ഈമാനിനെ, ഇഖ്ലാസിനെ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ അളക്കുന്നത്, നോക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് സൂക്ഷ്മതാബോധമാണ് ഒരു മനുഷ്യനിൽ ഏറ്റവും അധികം അടിസ്ഥാനപരമായ ഘടകമായി കൊണ്ടുണ്ടാകേണ്ടത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിൽ നിന്ന് അവൻ അകന്നു പോകുന്നുവെങ്കിൽ, അതിൽ നിന്ന് അവൻ വിട്ടുപോകുന്നുവെങ്കിൽ അവന്റെ മനസ്സിലേക്ക് സ്വാഭാവികമായും തമ്മാടിത്തരം കടന്നുവരും. അതുകൊണ്ട് വ്യക്തമായി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകാൻ നമുക്ക് സാധിക്കണം. ഏതൊരു രംഗത്തും എവിടെയാണെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ നീ സൂക്ഷിക്കണമെന്ന പ്രവാചകന്റെ ഉപദേശങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട സഹാബിമാർക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള ഉപദേശമാണ്. അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, അവൻ അറിയുന്നു, അവൻ കാണുന്നു. അവൻ അറിയാതെ, അവന്റെ ശ്രദ്ധയില്ലാതെ ഒരു വാക്കുപോലും നീ ഉച്ചരിക്കുന്നില്ല. നിന്റെ ചിന്തകളെയൊക്കെ അവനാണ് നിയന്ത്രിക്കുന്നത്. നിന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ പോലും അവൻ അറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വചനം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്ന, ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചതിനെ അറിയുന്നവനാണ് അള്ളാഹു. നേരത്തെ നമ്മൾ പറഞ്ഞു, ഹൃദയം മനുഷ്യനെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടും ഒരുപാട് പഠനങ്ങൾ, ഗവേഷണങ്ങൾ ആ വിഷയത്തിലുണ്ടായിട്ടും എത്തിച്ചേരാൻ സാധിക്കാത്തൊരു മേഖലയെങ്കിൽ അള്ളാഹു പറയാണ്, ആ ഹൃദയത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നത്, അവന്റെ മനസ്സിന്റെ ചിന്തകളെ അറിയുന്നത്, നിരീക്ഷിക്കുന്നത് അള്ളാഹുവാണെന്നുള്ളതാണ്. ആ ഒരു ബോധം, ആ ഒരു ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണം. ഹൃദയത്തെ ആ തഖ്വയിലൂടെ കൊണ്ടുപോകാൻ, ഹൃദയത്തെ കൃത്യമായി തന്നെ മനസ്സിനെ സൂക്ഷ്മതാബോധത്തിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നവർക്ക് മാത്രമാണ് വിജയം. യഥാർത്ഥമായ പര്യവസാനം വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. യഥാർത്ഥമായ പര്യവസാനം സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് സൂക്ഷ്മത നിലനിർത്താൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ ഏറ്റവും പ്രധാനമായി നമുക്കുണ്ടാകേണ്ടത് പരിശുദ്ധ ഖുർആനുമായുള്ള നിരന്തരമായ ബന്ധമാണ്. അത് മനസ്സിന്റെ അസുഖങ്ങൾക്കുള്ള ശിഫയാണ്, രോഗശമനമാണ് എന്നല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ.
മനുഷ്യന്റെ മനസ്സുകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രോഗശമനമാണ്, ശിഫയാണ് പരിശുദ്ധ ഖുർആനിലൂടെ നൽകുന്നത്. അല്ലാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഉപദേശമാണത്. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കുള്ള സന്മാർഗവും കാരുണ്യവുമാണ് ആ ഖുർആൻ. ആ ഖുർആനിന്റെ നിരന്തരമായ പാരായണം, പഠനം, ഖുർആനുമായി കൊണ്ടുള്ള ബന്ധം, തഖ്വ നിലനിർത്താൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ, ദിക്റുള്ള, അത് നമുക്കുണ്ടാകണം. എങ്കിൽ നമ്മുടെ ഹൃദയത്തെ തമ്മാടിത്തരങ്ങളിൽ നമുക്ക് അകറ്റി നിർത്താനും തഖ്വ നിലനിർത്താനും നമുക്ക് സാധ്യമാകുന്ന ഒരു ഘടകമാണ് അല്ലാഹുവിനെക്കുറിച്ചുള്ള ബോധം. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് ശാന്തതയും സമാധാനവും നൽകുന്നത്, മനസ്സിന് സമാധാനം നൽകുന്നത് അല്ലാഹുവിനെക്കുറിച്ചുള്ള ചിന്തയാണ് എന്നുള്ളത്. അല്ലാഹുവിനെക്കുറിച്ച് ധാരാളമായി ദിക്റുകൾ നമ്മൾ നിലനിർത്തണം. രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള ദിക്റുകളുണ്ട്, അതേപോലെ തന്നെ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളിലൂടെയെല്ലാം ദൈവികമായ സ്മരണ, അല്ലാഹുവിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നൽകും. ആ മനസ്സിനെ കൃത്യമായി തന്നെ തെറ്റുകളിലേക്ക് കൊണ്ടുപോകാതെ നന്മയിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. മതം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. പലപ്പോഴും മതമനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നത്, ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് ശ്രമകരമായൊരു കാര്യമായിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ, അടയാളങ്ങൾ ഒരു മുസ്ലിമായി കൊണ്ട് ജീവിക്കുക എന്നത് മറ്റുള്ള ആളുകൾക്കിടയിൽ പരിഹാസ്യമായി തീരുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിരീശ്വരവാദത്തിലേക്ക്, സ്വതന്ത്ര ചിന്തയിലേക്ക് തമ്മാടിത്തരങ്ങൾ വ്യാപിപ്പിക്കുന്ന ഒരു ജനസമൂഹം നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ, യുവതലമുറകൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ തോന്നിവാസങ്ങളെയും ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക, തോന്നിവാസങ്ങൾ മുഴുവനും നോർമലൈസ് ചെയ്ത് അതൊക്കെ സാധാരണ സംഭവങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവനിഷേധത്തിലേക്ക്, സ്വതന്ത്ര ചിന്തകളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന കാലഘട്ടത്തിൽ ഒരു ഇസ്ലാം എന്നത്, ഒരു മുസ്ലിം എന്നത് അഭിമാനമായി കാണുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അല്ല എങ്കിൽ പലപ്പോഴും അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന, അത്തരം ആളുകൾ കൊണ്ടുവരുന്ന പിഴച്ച വാദങ്ങളെ നാം സ്വീകരിക്കുന്നതിലേക്കും അതുവഴി നാശത്തിലേക്കും എത്തിച്ചേരുമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇസ്ലാമിനെ, വിശ്വാസമെന്നതിനെ, മുസ്ലിം എന്നതിനെ അഭിമാനത്തോടുകൂടി കാണുന്ന, അഭിമാനത്തോടുകൂടി പ്രഖ്യാപിക്കുന്ന ഏറ്റവും നല്ല ആളുകളെ കുറിച്ച് പറഞ്ഞല്ലോ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരാണുള്ളത്? സൽക്കർമ്മം പ്രവർത്തിച്ചവനേക്കാൾ നല്ലതായി ആരാണുള്ളത്? വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ്, മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് അഭിമാനത്തോടുകൂടി പ്രഖ്യാപിക്കുന്നവരെക്കാൾ നല്ലവരായി ആരുണ്ട് എന്ന് പഠിപ്പിച്ച ആ വിഭാഗത്തിൽ ഉൾക്കൊള്ളുവാൻ, ആ വിഭാഗത്തിൽ ഞാനും ഉണ്ടാകണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിസ്ഡം സ്റ്റുഡൻസിന്റെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു പ്രചരണ സമ്മേളനം ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 21 തിങ്കളാഴ്ച 7:15 ചെറുമൂച്ചിക്കൽ എന്ന് പറയുന്ന പ്രദേശത്തെ വക്കീൽപടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. കേരളത്തിലുടനീളം വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഭാഗമായിക്കൊണ്ടുള്ള പ്രചരണ സമ്മേളനങ്ങളുടെ ഭാഗമായാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ബഹുമാന്യ പണ്ഡിതൻ താജുദ്ദീൻ സ്വലാഹി, അതേപോലെ തന്നെ ശിഹാബടക്കര തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ആ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇൻഷാ അല്ലാഹ് ചെറുമൂച്ചിക്കൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഈ പരിപാടിയിൽ എല്ലാ ആളുകളും പങ്കെടുക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദഅ്വ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുമുള്ള സഹായങ്ങൾ നൽകുമാറാകട്ടെ. നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ പൊതു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ ധാരാളം ആളുകൾ വ്യത്യസ്തമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു സഹോദരി മാരകമായ ബ്ലഡ് ക്യാൻസർ ബാധിച്ചുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സയിലാണ്. പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ എല്ലാ അസുഖങ്ങളും
ഭേദമാക്കി നൽകുമാറാകട്ടെ, പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ ക്യാൻസർ പോലെയുള്ള, കിഡ്നി രോഗങ്ങൾ പോലെയുള്ള അപകടകരമായ അസുഖങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരം അസുഖങ്ങൾ ബാധിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഞങ്ങൾ ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹുവെ, ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ, തിന്മകളിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന് ഹൃദയത്തെ കൃത്യമായി കൊണ്ട് ശുദ്ധീകരിക്കുവാൻ നീ ഞങ്ങൾക്ക് അവസരം ഒരുക്കി നൽകണമേ. അല്ലാഹുവെ, ഈ മാനിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ അലങ്കാരമാക്കി മാറ്റിത്തരണമേ. അല്ലാഹുവെ, തമ്മാടിത്തരങ്ങളിൽ നിന്ന്, ഫുജൂറുകളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ. അല്ലാഹുവെ, രോഗികളായി കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടുപോലുള്ള സത്യവിശ്വാസികളുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നിന്നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ഹാദാ വസല്ലു വസല്ലിമു റഹിമകുമുല്ലാഹ് അലാ മൻ അമറകും ബിസ്സലാത്തി വസ്സലാമി അലൈഹി وقال جل من قائل عليما إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وزد وبارك على عبدك ورسولك محمد. وارض اللهم الخلفاء الأئمة الحنفاء أبي بكر وعمر وعثمان وعلي وعن بقية الصحابة رضوان الله عليهم أجمعين وعنا معهم بعفوك وكرمك وجودك يا أكرم الأكرمين. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. واذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم